ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും സുധീഷും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നും അവർ വേർപിരിയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയാണ്. അതോടുകൂടെ ആ കുടുംബം തകർന്നു പോകുന്നുണ്ട്. അനിയന്മാരും ചേട്ടന്മാരും പൊട്ടിക്കരയുന്നുണ്ട്. എന്നാൽ നിധി അന്നേരം മനസ്സിലാക്കാണ്, നാം വിചാരിച്ച പോലെയില്ലെന്നും ഇവർ എൻ്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരാണെന്നും അവൾ തിരിച്ചറിയാണ്. അന്ന് രാത്രി സുധീഷും സുഭാഷും ഹരീഷും കൂടെയൊക്കെ സംസാരിക്കുന്നത് നിധി കേൾക്കാനിടയാവുന്നുണ്ട്. ആ കുട്ടി ഇവിടുന്ന് പോകുമ്പോൾ അവൾ ഒരിക്കലും സങ്കടപ്പെടാൻ കാരണമാവരുത്. അവൾക്കിവിടെ ആലോചിക്കുമ്പോൾ സന്തോഷവും സമാധാനവും മനസ്സ് നിറയണം. അങ്ങനെ വേണം ഓരോ ദിവസവും അവൾക്കിവിടെ ഉണ്ടാവണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ വേദനിപ്പിക്കുന്നതൊന്നും ആരിൽ നിന്നും ഉണ്ടാവരുതെന്ന് സുഭാഷ് പറയുമ്പോൾ നിധിയുടെ മുഖം വല്ലാതെ സന്തോഷവും സങ്കടവും വരാണ്. ഇത്ര നല്ല കുടുംബമാണ്, പക്ഷേ തനിക്കിവിടെ തുടരാനാവില്ലെന്ന് അവൾ ഓർക്കുന്നുണ്ട്. എന്നാലും അവൾ തിരിച്ചു പോവില്ലെന്നും ബന്ധം വേർപ്പെടുത്തുന്നില്ലെന്ന കാര്യവും തീരുമാനിക്കാനും. ഇതറിഞ്ഞ ഭാസ്കരനും ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. നിധിയുടെയും സുധീഷിൻ്റെയും കാര്യത്തിൽ അയാൾക്കും തന്നെ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. ഹാളിൽ തൂക്കിയ നിധിയുടെയും സുധീഷിൻ്റെയും വിവാഹ ഫോട്ടോ ഫ്രെയിം ചെയ്ത ആ ഫ്രെയിം എടുത്ത് പുറത്ത് കൊണ്ടുപോയി കളയുമ്പോഴും ചങ്കപ്പെടുന്ന നിധിയാകെ വല്ലാതെ വിഷമിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വരാണ്. അങ്ങനെ ഓരോ എപ്പിസോഡും കഴിയുന്തോറും നിധി ആ വലിയ രഹസ്യം തിരിച്ചറിയുന്നുണ്ട്. അവിടുത്തെ സുധീഷിൻ്റെ അമ്മയുടെ ഫോട്ടോ ഇതുവരെ നിധി കണ്ടിട്ടില്ല. പക്ഷേ ആ ഫോട്ടോ കണ്ടതും നിധിയാകെ നെട്ടിത്തരിച്ച് ഷോക്കായി നിൽക്കാണ്. എന്തിനാണ് നിധിക്ക് അവരെ പരിചയമുണ്ടോ, എന്തിനായിരിക്കും നിധി ഷോക്കായി നിന്നിട്ടുണ്ടാവുക? ആ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അങ്ങനെ പതിവ് പോലെ എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ടാവും. സുഭാഷും നിധി അടുത്ത് മോൾക്കുള്ള ഭക്ഷണത്തെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, വിശക്കുമ്പോൾ എടുത്ത് കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. ആ സമയം അവൾ ആ കിച്ചണിൽ ചെന്ന് എല്ലാം നോക്കുന്നുണ്ട്. വളരെ രുചികരമായിട്ടെല്ലാം പാകം ചെയ്ത് വെച്ചിരിക്കുന്നു. പാവം സുഭാഷ് ഏട്ടന് ഒരു ജീവിതം വേണം, അതിനുവേണ്ടി എന്തും ചെയ്യണം. ഈ വീട്ടിലെ എല്ലാവർക്കും നല്ലൊരു അവരെ മനസ്സിലാക്കുന്ന പെൺകുട്ടികൾ ഈ വീട്ടിലേക്ക് വരണം. സുഭാഷേട്ടന് സുനന്ദി നല്ല മാച്ചാണ്. അതേപോലെ ഹരീഷിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടെന്ന് നികേഷ് എപ്പോഴോ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതമെല്ലാം മാറി മറിയും. പിന്നെ ഈ വീട് നന്നാക്കിയൊന്ന് പുതുക്കി പണിയണം. അതിനിപ്പോൾ ഇവർ വിചാരിച്ചാൽ കഴിയില്ല. ഇവരുടെ വല്യച്ഛനും അപ്പച്ചിയും ഒക്കെ കരുതണം. എന്നാൽ മാത്രമേ ഈ വീടൊന്ന് സെറ്റപ്പാക്കി എടുക്കാൻ പറ്റൂ എന്നൊക്കെ ഓർത്ത് നിധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരിക്കും. അപ്പോഴാണ് ഒരു മൂലയിലായിട്ട് ഫോട്ടോകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് സുധീഷിൻ്റെയും സുഭാഷിൻ്റെയും അമ്മയുടെയൊക്കെ ഫോട്ടോയാണെന്ന് തോന്നുന്ന ഒരു ഫോട്ടോ അവൾ കയ്യിലെടുക്കുന്നുണ്ട്. അത് കുറച്ച് മങ്ങിയ ഫോട്ടോ ആയതുകൊണ്ട് ആ മുഖം വ്യക്തമായിട്ട് അവൾക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ചെറുപ്പത്തിലെ ഇവരുടെ എല്ലാ ഫോട്ടോ കാണുമ്പോഴെല്ലാം നിധി ഓർക്കാണ്, ഇവർ മുമ്പൊക്കെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർ എത്ര സന്തുഷ്ടത്തോടെ ആയിരിക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവുക. പിന്നെ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? അച്ഛൻ എന്തിനായിരിക്കും അമ്മയെ കൊന്നത്? ഒരിക്കലും അച്ഛൻ അമ്മയെ കൊല്ലാൻ സാധ്യതയില്ല. അന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞ കാര്യമത് നിധിയും കരുതുന്നുണ്ട്. ശരിയാണ്, അച്ഛൻ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറാൻ കാരണം ചിലപ്പോൾ അമ്മയുടെ മരണമായിരിക്കും. ആ മരണത്തിന് കാരണക്കാർ മറ്റാരെങ്കിലും ആയിരിക്കും. സ്വയം കുറ്റമേറ്റ് അച്ഛൻ ജയിലിൽ പോയതാണെങ്കിലും അതെല്ലാം ഓർത്തുകൊണ്ട് അവൾ ആ ഫ്രെയിം ചെയ്ത ഫോട്ടോകളെല്ലാം എടുത്തു നോക്കുന്നുണ്ട്. പഴയ ആൽബമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭംഗിപ്പോയിരിക്കുന്നു. അതിലൊറ്റ ഫോട്ടോ പോലും മുഖം വ്യക്തമായി കാണുന്ന രീതിയിലില്ല. അങ്ങനെ ആ ഫോട്ടോകളെല്ലാം മറിക്കുന്നിടയിൽ അതിലൊരൊറ്റ ഫോട്ടോ നന്നായിരിക്കുന്നത് അവൾ കാണാട്ടോ. അവൾ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയൊക്കെ അമ്മയെ കാണാലോ എന്ന ആഗ്രഹത്തോടെ ആ ഫോട്ടോ എടുത്തു നോക്കിയതും നെട്ടിലൂടെ അവൾ ആ കാര്യം ഓർക്കാണ്. തൻ്റെ വീട്ടിൽ ചവച്ചുകുട്ടയിൽ കിടന്നിരുന്ന ആ ഒരു സ്ത്രീയുടെ ഫോട്ടോ തന്നെ. അങ്ങനെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ നോക്കി തിരിച്ചും മറിച്ചും നോക്കി തൻ്റെ ഫോണിലൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവളുടെ മനസ്സ് വല്ലാതെ ആദ്യം അറിയാം, തൻ്റെ വീട്ടിലും ഈ സ്ത്രീയുടെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. ഒരിക്കൽ താനത് എടുക്കാൻ പോയപ്പോൾ എന്തിനാ ആ ചവർത്തിക്കുട്ടയിലൊക്കെ പോയി മോൾ അവിടെ കൈ കാലൊക്കെ കേടെടുത്താനാണോ അവിടേക്ക് പോകുന്നത്? ഇഴജന്തുക്കൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും കൂടെ അവളെ ആ ഒരു സ്റ്റോർ റൂമിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതൊക്കെ അവൾ ഓർക്കണം. അപ്പോൾ ഇവരുടെ അമ്മ അങ്ങനെ അവൾ ആ ഒരു അമ്മയുടെ പേരെന്താണെന്ന് അറിയില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവളാണെങ്കിലോ സുധീഷിനെ വിളിക്കുന്നുണ്ട്. സുധീഷ് അവളുടെ കോള് കണ്ടതും സന്തോഷത്തോടെ ചോദിക്കുക, ആഹാ നിധി എന്നെ വിളിക്കോ? അല്ല, എന്താ എനിക്ക് വിളിക്കാൻ പാടില്ലേ? അല്ലാടോ, താൻ എനിക്കിതുവരെ കോളൊന്നും ചെയ്യാറില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ 1-2 കോള് മാത്രം. ഞാൻ ചുമ്മാ വിളിച്ചതാ. അല്ല സുധീഷേ, സുധീഷിൻ്റെ അമ്മയുടെ പേരെന്തായിരുന്നു? ഇത് കേട്ടതും സുധീഷ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്തിനാ ഇപ്പോൾ അമ്മയുടെ പേരൊക്കെ? അല്ല, വെറുതെ അറിയാൻ. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോൾ ഓരോന്ന് ആലോചിക്കായിരുന്നു. അപ്പോൾ സുധീഷിൻ്റെ അമ്മയുടെ പേരറിയാനൊരാഗ്രഹം.
ഓ അതിപ്പോൾ ഞാൻ അവിടെ വന്നിട്ടും നിനക്ക് ചോദിക്കാലോ. എന്നാലും പറയാനേ അങ്ങനെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പേര് കേട്ടതും നിധിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. തൻ്റെ വീട്ടിലെ ആ ഫോട്ടോയ്ക്കും ഇവിടെയുള്ള ഫോട്ടോയിലെ അമ്മയ്ക്കും എന്താണ് ബന്ധം? അവളുടെ നേരെ അവളുടെ നാത്തുവിനെ വിളിക്കുന്നുണ്ട്, സാന്ദ്രയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സാന്ദ്രച്ചി എന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം. അന്ന് ആ ഒരു റൂമിൽ കുറച്ച് ഫോട്ടോകളെല്ലാം കൂട്ടിയിട്ടിരുന്നുണ്ടായിരുന്നില്ലേ, അവിടെ കണ്ട ആ ഒരു സ്ത്രീയുടെ അതേ ഫോട്ടോ തന്നെയാണ് സുധീഷിൻ്റെ അമ്മയുടെയും. ഇവർ രണ്ടുപേരും ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കൂട്ടിയിരിക്കുന്നത് ഇവിടുത്തെ അച്ഛൻ്റെ പെങ്ങളുടെ ഫോട്ടോയല്ലേ, അതായത് നമ്മുടെ അപ്പച്ചിയുടെ. അതെ, കുഞ്ഞുനാൾ തൊട്ടേ അപ്പച്ചിയെ കണ്ടൊരു ഓർമ്മ പോലും എനിക്കില്ല. പിന്നെ അപ്പച്ചിയെ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എന്നെന്തോ കാര്യത്തിൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മോളുടെ അപ്പച്ചി ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ്റെ കൂടെ ഓടിപ്പോയതാണെന്ന കാര്യം. അന്ന് മുതൽ അവർക്കൊക്കെ വളരെ ദേഷ്യവും വെറുപ്പാണ്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന്. ആ ദേഷ്യത്തിലാണല്ലോ ആ ഫോട്ടോ പോലും ഇവരാരും കൺമുമ്പിൽ വെക്കാതെ ആ സ്റ്റോർ റൂമിൽ കൊണ്ടിട്ടത്. അപ്പോൾ നിധിയാകെ ആ സത്യം നെട്ടലോടെ മനസ്സിലാക്കാട്ടോ. തൻ്റെ അപ്പച്ചിയാണ് ദേ സുധീഷിൻ്റെ അമ്മ എന്ന കാര്യം മനസ്സിലാക്കാണ്. അങ്ങനെയാണെങ്കിൽ താൻ സുധീഷിൻ്റെ മുറപ്പെണ്ണായിരിക്കില്ലേ? തന്നെ വെറുതെയല്ല ദൈവം കൂട്ടിയിണക്കിയതെന്ന് അവൾക്ക് തോന്നിപ്പോകുന്നുണ്ട്. അവൾ വല്ലായ്മയോടെ ആ ഫോട്ടോ സാന്ദ്രയുടെ ഫോണിലേക്ക് അയച്ചു നോക്കുന്നുണ്ട്. അതേടെ മോളെ, ഇവിടെയുള്ള അപ്പച്ചിയുടെ അത് തന്നെയാണല്ലോ ഇത്. അത് ഓരോ പേര് തന്നെയാണ്. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പച്ചി മരിച്ചിട്ടും അവിടെ നിന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ലേ? അതൊന്നും എനിക്കറിയില്ല മോളെ. ഞാനിവിടേക്ക് വന്നിട്ട് അധികം ആയില്ലല്ലോ. എന്നാലും ഇതിപ്പോൾ ടൈം കിട്ടുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം എന്ന് സാന്ദ്രയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ടെന്നത്. അങ്ങനെ സാന്ദ്ര എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് അതെ നിധി ഇന്ന് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. ആ ഫോട്ടോ കണ്ട് ഞാൻ ആകെ ഷോക്കായിപ്പോയി. അവൾ അയച്ചു തരുന്ന ഫോട്ടോ കണ്ട് നീ എന്തിനാണ് ഈ ഷോക്കാവുന്നത്? നിന്നോട് പറഞ്ഞിട്ടില്ലേ അവളോട് സംസാരിക്കരുതെന്ന്? വരണ ചാടിക്കേറി സാന്ദ്രയോട് പറയാണ്. അത് പിന്നെ ഞാൻ പറയുന്നതിന് മുമ്പേ നിങ്ങൾ എങ്ങനെ ദേഷ്യപ്പെടാതെ? ഒരു കാര്യമുണ്ട്, ആ സുധീഷിൻ്റെ അമ്മയുടെ ഫോട്ടോ അയച്ചു തന്ന് ആ അമ്മയെ കണ്ടാൽ നിങ്ങൾ എല്ലാവരും നെട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് പകപ്പോടെ നോക്കുന്നുണ്ട്. അങ്ങനെ ഫോണിൽ കണ്ട ഫോട്ടോ ഇവരെല്ലാവരുടെ നേരെ കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ അച്ഛൻ അത് കണ്ടതും അച്ഛൻ കണ്ടതും നെട്ടിത്തെറിച്ച് എണീറ്റ് നിൽക്കാട്ടോ. ഇതാണോ അവൻ്റെ അമ്മ? അതെ, ഇതിവിടെ സ്റ്റോർ റൂമിൽ കിടന്നിരുന്ന അപ്പച്ചിയുടെ ഫോട്ടോയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സാന്ദ്ര. ആ സമയം ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ടും നിധിയുടെ അമ്മയും പറയുന്നുണ്ട്, ശരിയാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചതു? അതെ, അന്ന് അവളെ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയെന്ന് പറഞ്ഞില്ലേ? ഓ, അയാളുടെ മകൻ തന്നെയാണ് നമ്മുടെ മകളെയും കൊണ്ടുപോയത്. അവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെ അവളെ കൊണ്ടുപോയത്. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല. നിധി ഇപ്പോഴാണ് ഈ കാര്യം പോലും അറിയുന്നത്. അതെ, ഇതൊക്കെ അവൻ്റെ പ്ലാനാ. പക്ഷേ ഇവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചു പോയിട്ടുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞു. അവൻ്റെ കെട്ടിയോ തന്നെ അവളെ ചവിട്ടിക്കൊന്നെന്ന കാര്യം അതവൾ അറിയിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരെയും നാണം കെടുത്തിക്കൊണ്ടാണ് അന്ന് അവൻ്റെ കൂടെ പോയത്. അതിനുള്ള അനുഭവിച്ചു ശിക്ഷയാ തന്നെ. പിന്നെ ഞങ്ങൾ കേസിലും പിടിവള്ളിക്കൊന്നും പോയില്ല. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓ, അവരെ ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. പക്ഷേ ഈ ഭാസ്കരൻ തന്നെയാണ് അവളുടെ ഭർത്താവാണെന്ന കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ അച്ഛനും മക്കളും കൂടെ കരുതിക്കൂട്ടി തൻ്റെ മകളെ കരുവാക്കിയതാണ്. മുറപ്പെണ്ണാണെന്ന അധികാരത്തിലായിരിക്കും അവൻ അവളെ കൊണ്ടുപോയത്. അങ്ങനെ നിധിയോട് സാന്ദ്ര കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സാന്ദ്രച്ചി, ഇങ്ങനെയൊക്കെയാണോ സംഭവങ്ങൾ? ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ മോളെ. ഇവിടെ എല്ലാവരും പറയുന്നത് എല്ലാവരും കരുതിക്കൂട്ടി നിന്നവിടേക്ക് കൊണ്ടുപോയതെന്നാണ്. ഇവരോടുള്ള പക തീർക്കാനായിട്ട്. നീ സ്വന്തം മുറപ്പെണ്ണല്ലേ എന്ന് ചോദിക്കണേ. അയ്യോ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. എൻ്റെ അപ്പച്ചിയാണ് അമ്മ എന്ന കാര്യം പോലും അവർക്കറിയില്ല. ഞാനാ ഇന്ന് ഈ ഫോട്ടോ കണ്ടത്. എനിക്കവിടെ കണ്ട ഓർമ്മയില്ല സാന്ദ്രച്ചിക്ക് വിട്ടു തന്നത്. പക്ഷേ അവർക്കതെല്ലാം അറിയായിരിക്കും. എന്തായാലും സ്വന്തം അമ്മയുടെ കുടുംബം, സ്വന്തം അമ്മ എവിടെയാണെന്ന കാര്യക്ക് അവർക്ക് അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ മോളെ ട്രാപ്പ് ചെയ്തതാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. എന്തു വർത്താനായി പറയുന്നത്? ഇതങ്ങനെയൊന്നുമല്ല സാന്ദ്രജി, ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പം സംസാരിച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാട്ടോ. അങ്ങനെ നിധി ഓരോ കാര്യം ആലോചിച്ച് നിൽക്കായിരിക്കും. ആ സമയത്ത് സുഭാഷ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നീ ഇതിങ്ങനെ ആലോചിച്ച് ആ ഫോട്ടോയിൽ നോക്കി നിൽക്കാം. ആഹാ, നീ മോളെന്താ കാണിക്കുന്നത്? ഫോട്ടോ നോക്ക്, ഇത് ആരുടെ ഫോട്ടോയാ? ആ ഫോട്ടോ എടുത്ത് നോക്കും. ഓ, അമ്മയുടെ ഫോട്ടോ ആണോ? അതെ, ആ അമ്മയുടെ നാട് എവിടെയാ എന്ന് അറിയാത്ത പോലെ നിധി ചോദിക്കുക. അറിയില്ല, അച്ഛനൊന്നും പറഞ്ഞില്ല. എന്നാലും അതെ, അമ്മയും അച്ഛനും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാ. അമ്മയുടെ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അച്ഛൻ്റെ കൂടെ പോന്നതെന്നാ കേട്ടിട്ടുണ്ട്. അന്വേഷിച്ചിട്ടില്ലേ എവിടെയാണെന്ന്? ആർക്കറിയാം? ആർക്കും അറിയില്ല അതെവിടെയാണെന്ന കാര്യം. ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല.
എന്നാലും അമ്മയുടെ ആളുകളെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടേ എന്ന് ചോദിക്കാണ്. എല്ലാ മോൾക്കിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം അമ്മയെക്കുറിച്ച് അറിയാൻ? ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷിന് തോന്നുക നിധിക്ക് എന്തൊക്കെയോ അറിയാമെന്ന കാര്യം സുഭാഷിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അല്ല മോളെന്തിനാ ഇപ്പം ആ സ്റ്റോർ റൂമിലൊക്കെ പോയിട്ട് ആ പഴയ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നത്? അല്ല ഒന്നുമില്ല, വെറുതെ പൊടി പിടിച്ച് കിടക്കല്ലേ, ഒന്ന് റെഡിയാക്കിയിട്ട് ഇവിടെ വെക്കാം എന്ന് കരുതി. അമ്മയെ എന്നും കാണാലോ, മരിച്ചു പോയവരുടെ ഫോട്ടോക്ക് മുമ്പിൽ വിളക്ക് കത്തിക്കുന്നത് നല്ലതാ എന്ന് സുഭാഷിൻ്റെ അടുത്ത് നിധി പറയുന്നുണ്ട്. അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ വീണ്ടും സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിധി എന്തെങ്കിലും മോള് മറക്കുന്നുണ്ടോ? ഏയ് അല്ല, എന്നാലും എന്തോ ഒന്നുണ്ടല്ലോ. അതും പറഞ്ഞ് നിധി അങ്ങ് പോകുമ്പോൾ സാന്ദ്രയുടെ കോള് അവളുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ സാന്ദ്ര അവരെല്ലാം സംസാരിച്ചതെല്ലാം അവളടുത്ത് പറയാണ്. ഇതെല്ലാം കേട്ട സുഭാഷ് അവളുടെ പുറകെ തന്നെ ഉണ്ടാവും. നിധി തിരിഞ്ഞു നോക്കുമ്പോൾ സുഭാഷ് എല്ലാം കേട്ടെന്ന് അവൾക്ക് മനസ്സിലാവാണ്. അല്ല ഇവിടുത്തെ അമ്മയും നിധിയുടെ വീട്ടുകാരൻ തമ്മിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാണ്. അത് പിന്നെ എൻ്റെ അപ്പച്ചിയാണ്, നിങ്ങളുടെ അമ്മ, അതായത് എൻ്റെ അച്ഛൻ്റെ പെങ്ങള് ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഓടിപ്പോയെന്ന കാരണത്താൽ പിന്നെ അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മോളെ നീ പറഞ്ഞത് സത്യമാണോ? അതെ, എൻ്റെ വീട്ടിലും ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. സംശയം തോന്നി സാന്ദ്ര ചേച്ചിക്ക് ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു. സാന്ദ്രേച്ചിയാണ് കൺഫേം ചെയ്ത് എന്നോട് പറഞ്ഞത്. ആഹാ അത് കൊള്ളാലോ, അപ്പോൾ ചേച്ചിയും ഞങ്ങളും ബന്ധുക്കളാണല്ലേ. എൻ്റെ അമ്മാവൻ്റെ മകനാണ്, അതായത് സുധീഷ് ഏട്ടൻ്റെ മുറപ്പെണ്ണാണെന്നർത്ഥം എന്നും പറഞ്ഞുകൊണ്ട് നികേഷ് അങ്ങോട്ട് വരടാ. എടാ പോടാ, നീ ഒന്നും മിണ്ടാതിരിക്കുക, നിനക്കെന്താ പഠിക്കാനില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷേട്ടൻ അവനെ അവിടുന്ന് പറഞ്ഞു വിടണ്. വേണ്ട സുഭാഷേട്ടാ, ഇനി ഞാൻ പോവത്തില്ല. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഞാൻ കേട്ടില്ലെന്ന് കരുതിയോ? പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ചുമ്മാതല്ല, ചേച്ചിക്ക് ചേട്ടനോട് ഒരു ഡ്രൈവറായിട്ടെങ്കിലും ഒരു ഇഷ്ടമൊക്കെ തോന്നി ഈ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി തോന്നിയത്. എടാ നിന്നോട് പോവാൻ പറഞ്ഞല്ലോ, നിധിയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് കാര്യം നമ്മളോട് തുറന്ന് പറഞ്ഞതല്ലേ. എന്തായാലും ഇനി ആ ഇഷ്ടമൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ, വെറുതെ അല്ലല്ലോ, മുറച്ചെറുക്കനല്ലേ എന്ന് ചോദിക്കുകയാണ്. നിധിയുടെ ഉള്ളിലും ആ ഒരു സമയത്തും എന്തോ ഒരു ഇഷ്ടം സുധീഷിനോട് തോന്നി തുടങ്ങുന്നുണ്ട്. സുധീഷ് താൻ കരുതുന്ന പോലെയില്ല, നുണ പറയുന്നുണ്ടെങ്കിലും അതിന് തക്കമായ കാരണമുണ്ടെന്നും മനസ്സുകൊണ്ട് അവനിനി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യവും നിധി തിരിച്ചറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. അങ്ങനെ സുധീഷിൻ്റെ മുറപ്പെണ്ണ് തന്നെയാണ് നിധി. സുധീഷിൻ്റെ അമ്മ നിധിയുടെ അപ്പച്ചിയൊക്കെയാണ് കേട്ടോ. ആ ഒരു സ്റ്റോറി അടുത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.